പ്രിയപ്പെട്ടവരെ, ഈ നിമിഷത്തിലേക്ക് സ്വാഗതം. നിങ്ങളെവിടെയുണ്ട്? ഈ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തി. അത് ദൈവത്തിൻ്റെ ശിക്ഷണമാണ്, അവൻ്റെ സമാധാനത്തിലേക്കുള്ള വിളിയാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല, ഇനിയൊരിക്കലും ഒറ്റയ്ക്കാകില്ല. ഒരുപക്ഷെ നിങ്ങൾ രാവിലെ ഉണർന്നപ്പോൾ ശാന്തത ആഗ്രഹിച്ചിരിക്കാം. ഒരുപക്ഷെ ജോലി ചെയ്യുമ്പോൾ ഇത് കേൾക്കുകയാണ്, സമാധാനം തേടിക്കൊണ്ട്. ഒരുപക്ഷെ രാത്രി വിശ്രമിക്കുമ്പോൾ ഇത് കേൾക്കുകയാണ്, ആത്മവിശ്രമം അനുഭവിക്കാൻ. എവിടെയായാലും എപ്പോഴായാലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ മനസ്സിന് വേണ്ടിയാണ്, നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയാണ്. ഒന്നും തെളിയിക്കേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. വെറുതെ കേൾക്കുക, വെറുതെ ഉണ്ടായിരിക്കുക, ദൈവസന്നിധിയിൽ വെറുതെ വിശ്രമിക്കുക. നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുക, പതുക്കെ ശ്വസിക്കുക, ഉള്ളിലേക്ക് പുറത്തേക്ക്. ഓരോ ശ്വാസവും ദൈവത്തിൻ്റെ ദാനമാണ്, ഓരോ നിമിഷവും അവൻ്റെ സമാധാനത്തിൻ്റെ അവസരമാണ്. ദിവസം മുഴുവൻ സമാധാനത്തോടെ കടന്നു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം, നിങ്ങൾക്കറിയാം. പക്ഷേ ജീവിതം അസ്വസ്ഥമാണ്. രാവിലെ ഉണരുമ്പോൾ തന്നെ മനസ്സോടാൻ തുടങ്ങുന്നു. ഇന്ന് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം നേരിടണം, എന്തെല്ലാം സംഭവിക്കും? ആ ചിന്തകൾ സമാധാനം കെടുത്തുന്നു. ജോലിസ്ഥലത്ത് അസ്വസ്ഥതയുണ്ട്, സമ്മർദ്ദങ്ങൾ, ഡെഡ്ലൈനുകൾ, ആളുകളുമായി ഇടപെടൽ, പ്രശ്നങ്ങൾ, തീരുമാനങ്ങൾ. ആ എല്ലാറ്റിലും മനസ്സ് കലങ്ങുന്നു. വീട്ടിലും അസ്വസ്ഥതയുണ്ട്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ചിന്തകൾ, ആരോഗ്യ ആശങ്കകൾ. ആ എല്ലാറ്റിലും സമാധാനം നഷ്ടപ്പെടുന്നു. യാത്ര ചെയ്യുമ്പോൾ ഭയമുണ്ട്, വാർത്തകൾ കേൾക്കുമ്പോൾ ആശങ്കയുണ്ട്, അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയമുണ്ട്, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആശങ്കയുണ്ട്. മനസ്സ് ശാന്തമല്ലാതെ പോകുന്നു. ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. രാത്രി ഉറക്കം വരുന്നില്ല, പകൽ സമാധാനമില്ല. എപ്പോഴും എന്തോ ഒരു അസ്വസ്ഥത. ഞാൻ പരിഹാരങ്ങൾ പറയാൻ പോകുന്നില്ല, ഉപദേശങ്ങൾ നൽകാൻ പോകുന്നില്ല. പക്ഷെ ഞാനിത് പറയും. ആ അസ്വസ്ഥത യഥാർത്ഥമാണ്, ആ ഭയം യഥാർത്ഥമാണ്, ആ ആശങ്ക യഥാർത്ഥമാണ്. അത് ദൈവത്തിനറിയാം. അവൻ കാണുന്നു, അവൻ മനസ്സിലാക്കുന്നു, അവൻ സമാധാനം നൽകാൻ തയ്യാറാണ്. ഒരു സത്യം ഓർക്കുക, ദൈവസംരക്ഷണം നിങ്ങൾ കാണാതിരുന്നാലും യഥാർത്ഥമാണ്. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സംരക്ഷണമുണ്ട്. അറിയാതെ ഒഴിവാക്കപ്പെട്ട അപകടങ്ങളുണ്ട്. കാണാതെ പോയ കാരുണ്യങ്ങളുണ്ട്. ഒന്നും സംഭവിക്കാതെ പോകുന്നതും സംരക്ഷണമാണ്. ആ യാത്രയിൽ അപകടമുണ്ടായില്ല, ആ രോഗം വന്നില്ല, ആ പ്രശ്നമുണ്ടായില്ല. അത് സംരക്ഷണമാണ്. ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചതാണ്. നിങ്ങൾ കാണാത്തപ്പോഴും അവൻ കാവലായി നിന്നു. ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ അവൻ മുന്നേ പോയിരിക്കുന്നു, വഴിയൊരുക്കിയിരിക്കുന്നു, തടസ്സങ്ങൾ മാറ്റിയിരിക്കുന്നു. ദൈവം നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ കാത്തു, ഇന്നത്തെ ദിവസത്തെയും കാക്കും. ദൈവം നിങ്ങളുടെ ചുറ്റിലും കാവലായി നിൽക്കുന്നു. വലത്തും ഇടത്തും, മുകളിലും താഴെയും, എല്ലാ ദിക്കിലും അവൻ്റെ സമാധാനമുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലലങ്കരുത്, ഭയപ്പെടുകയും വേണ്ട. ഈ വാക്കുകൾ ഓർക്കുക, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. യേശുവിൻ്റെ സമാധാനം. അത് സാധാരണ സമാധാനമല്ല, ലോകം തരുന്ന സമാധാനമല്ല. അത് പ്രത്യേക സമാധാനമാണ്, ആഴമായ സമാധാനമാണ്, സാഹചര്യങ്ങളെ ആശ്രയിക്കാത്ത സമാധാനമാണ്. ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്, പ്രശ്നങ്ങൾ ഇല്ലാതാകുമ്പോൾ മാത്രമുള്ള സമാധാനം. പക്ഷേ യേശുവിൻ്റെ സമാധാനം വ്യത്യസ്തമാണ്. പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉള്ളിലുള്ള സമാധാനം. സാഹചര്യങ്ങൾ മാറിയില്ലെങ്കിലും ഹൃദയത്തിലുള്ള സമാധാനം. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. യേശു പറയുന്നു, ഭയപ്പെടുകയും വേണ്ട.
യേശു പറയുന്നു, ആ വാക്കുകൾ ഇന്നും നിങ്ങൾക്കുള്ളതാണ്. ആ സമാധാനം നിങ്ങൾക്കുള്ളതാണ്. ഇന്ന്, ഈ നിമിഷം, ഈ സാഹചര്യത്തിൽ. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുക, ഭാര്യയെക്കുറിച്ച് ഓർക്കുക, ഭർത്താവിനെക്കുറിച്ച് ഓർക്കുക, മക്കളെക്കുറിച്ച് ഓർക്കുക, മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുക, സഹോദരങ്ങളെക്കുറിച്ച് ഓർക്കുക, പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഓർക്കുക. അവരുടെ ദിവസവും സമാധാനത്തോടെ കടന്നു പോകണം. അവരുടെ ഹൃദയവും ശാന്തമായിരിക്കണം. അവരുടെ മനസ്സും കലങ്ങാതിരിക്കണം. മക്കൾ സ്കൂളിൽ പോകുമ്പോൾ സമാധാനമുണ്ടായിരിക്കണം. അവർ തിരികെ വരുമ്പോൾ സമാധാനമുണ്ടായിരിക്കണം. അവരുടെ ജീവിതം മുഴുവൻ സമാധാനത്തോടെ കടന്നു പോകണം. ജോലി സ്ഥലത്തെക്കുറിച്ച് ഓർക്കുക, അവിടുത്തെ ആളുകൾ, അവിടുത്തെ സാഹചര്യങ്ങൾ. അവിടെയും സമാധാനമുണ്ടായിരിക്കണം. അവിടെയും ശാന്തതയുണ്ടായിരിക്കണം. യാത്ര ചെയ്യുമ്പോൾ ഓർക്കുക, റോഡിൽ സമാധാനമുണ്ടായിരിക്കണം. യാത്രയിൽ സുരക്ഷിതത്വമുണ്ടായിരിക്കണം. എവിടെ പോയാലും ദൈവത്തിൻ്റെ സമാധാനം ഒപ്പമുണ്ടായിരിക്കണം. ഈ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടായിരിക്കും. നിങ്ങൾ കാണുമ്പോഴും കാണാത്തപ്പോഴും, നിങ്ങൾ ഓർക്കുമ്പോഴും മറക്കുമ്പോഴും അവൻ്റെ സമാധാനം എപ്പോഴും ലഭ്യമാണ്. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ വരുന്നു. എൻ്റെ ഹൃദയത്തിലെ അസ്വസ്ഥതയോടെ വരുന്നു. എൻ്റെ മനസ്സിലെ ഭയത്തോടെ വരുന്നു. എൻ്റെ ജീവിതത്തിലെ ആശങ്കകളോടെ വരുന്നു. നീ എന്നെ സ്വീകരിക്കുന്നു. നീ എന്നെ മനസ്സിലാക്കുന്നു. കർത്താവേ, നിൻ്റെ സമാധാനം എനിക്ക് തരുക. ലോകം തരുന്ന സമാധാനമല്ല, നിൻ്റെ സമാധാനം, ആഴമായ സമാധാനം, സാഹചര്യങ്ങളെ ആശ്രയിക്കാത്ത സമാധാനം, ഹൃദയത്തിൽ നിറയുന്ന സമാധാനം. എൻ്റെ ഹൃദയം കലങ്ങാതിരിക്കട്ടെ, എൻ്റെ മനസ്സ് ഭയപ്പെടാതിരിക്കട്ടെ. നിൻ്റെ സമാധാനം എന്നിൽ നിറയട്ടെ. നീ എൻ്റെ കൂടെയുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. നീ എന്നെ സംരക്ഷിക്കുന്നു, ഞാനതറിയുന്നു. നീ എന്നെ നയിക്കുന്നു, ഞാനതിൽ ആശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ കുടുംബത്തിൽ നിൻ്റെ സമാധാനം നിറയ്ക്കുക. എൻ്റെ ഭാര്യയുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുക. എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുക. എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുക. എൻ്റെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുക. എൻ്റെ സഹോദരങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുക. അവരുടെ ദിവസം സമാധാനത്തോടെ കടന്നു പോകട്ടെ. അവരുടെ യാത്രകൾ സുരക്ഷിതമാകട്ടെ. അവരുടെ ജീവിതം ശാന്തമാകട്ടെ. ഞാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങൾക്ക് വേണ്ടി. കർത്താവെ, ഇപ്പോൾ ഞാൻ സംഭവിക്കാത്ത കാര്യങ്ങൾക്കായി നന്ദി പറയുന്നു. ഇന്ന് സംഭവിക്കാതെ പോയ അപകടങ്ങൾക്ക് നന്ദി. ഒഴിവാക്കപ്പെട്ട ദുരന്തങ്ങൾക്ക് നന്ദി. തടയപ്പെട്ട പ്രശ്നങ്ങൾക്ക് നന്ദി. ആ എല്ലാറ്റിലും നിന്റെ കരമുണ്ടായിരുന്നു. അതിന് നന്ദി. ഞാൻ കാണാത്ത സംരക്ഷണത്തിന് നന്ദി. ഞാൻ അറിയാത്ത കാരുണ്യത്തിന് നന്ദി. നിന്റെ സമാധാനത്തിന് നന്ദി. നിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി. കർത്താവെ, ഇപ്പോൾ ഞാൻ എൻ്റെ പേര് പറയാൻ കഴിയാത്ത ഭയങ്ങൾ നിന്റെ മുന്നിൽ വയ്ക്കുന്നു. എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ആശങ്കകളുണ്ട്. കാരണം പറയാൻ കഴിയാത്ത ഭയങ്ങളുണ്ട്. ഉള്ളിലെവിടെയോ ഒരു അസ്വസ്ഥതയുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിനക്കറിയാം. ആ ഭയങ്ങളെ നീ സ്പർശിക്കുക. ആ ആശങ്കകളെ നീ ശാന്തമാക്കുക. ആ അസ്വസ്ഥതയെ നീ സമാധാനമാക്കുക. നിന്റെ സമാധാനം എന്നെ പൊതിയുക. നിന്റെ ശാന്തത എന്നെ താങ്ങുക. ഞാൻ മനസ്സിലാക്കാത്തത് നീ മനസ്സിലാക്കുന്നു. ഞാൻ കാണാത്തത് നീ കാണുന്നു. ഞാൻ അറിയാത്തത് നീ അറിയുന്നു. അതുകൊണ്ട് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം മുഴുവൻ നിന്റെ സമാധാനം എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. രാവിലെ ഉണരുമ്പോൾ മുതൽ, ജോലി ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വീട്ടിലെത്തുമ്പോൾ, രാത്രി ഉറങ്ങുമ്പോൾ വരെ എല്ലാ നിമിഷവും നിന്റെ സമാധാനം. എൻ്റെ ഹൃദയത്തെ നീ കാക്കുക. എൻ്റെ മനസ്സിനെ നീ സംരക്ഷിക്കുക. നിന്റെ സമാധാനത്തിൽ എന്നെ സുരക്ഷിതമാക്കുക. ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ കലങ്ങുന്നില്ല. ഞാൻ നിന്റെ സമാധാനത്തിൽ വിശ്രമിക്കുന്നു. ആമേൻ.
ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഇത് വീണ്ടും കേൾക്കുക. ദിവസം തുടങ്ങുമ്പോൾ കേൾക്കുക, ജോലി ചെയ്യുമ്പോൾ കേൾക്കുക, രാത്രി ഉറങ്ങുമ്പോൾ കേൾക്കുക. എപ്പോൾ സമാധാനം ആവശ്യമാണോ അപ്പോൾ കേൾക്കുക. ഈ ചാനലിൽ തുടരുക. കൂടുതൽ പ്രാർത്ഥനകളുണ്ട്, കൂടുതൽ സമാധാനമുണ്ട്, കൂടുതൽ ശാന്തതയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെ പൊതിയട്ടെ. നിങ്ങളുടെ ഹൃദയം ശാന്തമായിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് കലങ്ങാതിരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവ് വിശ്രമിക്കട്ടെ. ഭയം മാറിപ്പോകട്ടെ. ആശങ്ക ഇല്ലാതാകട്ടെ. അസ്വസ്ഥത കുറയട്ടെ. സമാധാനം നിറയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ കാക്കട്ടെ. ദൈവം തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ യാത്രകൾ സുരക്ഷിതമാകട്ടെ. നിങ്ങളുടെ ഭാവി പ്രകാശമാനമാകട്ടെ. ഈ ദിവസം മുഴുവൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ. ഓരോ നിമിഷവും അവൻ്റെ സമാധാനമുണ്ടാകട്ടെ. ഓരോ ചുവടിലും അവൻ്റെ ശാന്തതയുണ്ടാകട്ടെ. സമാധാനത്തോടെ പോകുക. സമാധാനത്തോടെ ജീവിക്കുക. സമാധാനത്തോടെ ഉറങ്ങുക. നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ ശാന്തരാണ്. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.